നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു വന്ന ഏതോ ഒരു സ്ത്രീ അവര് കുഞ്ഞിനെ മേടിച്ചു. ആ മിന്നുന്റെ അടുത്ത് ചോദിച്ചു, നീയാണോ ഇതിന്റെ അമ്മ? അമ്മ ആരാന്ന് പറയാണ്ട് കുട്ടീനെ തരില്ല എന്ന് പറഞ്ഞു. കൊച്ചു പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. ആരോ വന്ന് കുട്ടീനെ കയ്യിലെടുത്തു. അതാരാന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിമിഷം നേരം മതിയായിരുന്നു. കാരണം വീഡിയോസ് കിട്ടാഞ്ഞിട്ടാണ്. വീഡിയോ കിട്ടിയ ആളെ കണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത വ്യക്തി എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. എന്റെ റാണിയൊക്കെ വന്നോ അക്ക കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. ഞാൻ സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞു, ഇനി ചെയ്യില്ലാന്ന് പറഞ്ഞവരാണ്. ഇവരെ ഏത് വീട്ടിലാണോ ജനിച്ചത് അവിടുത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അത് രാവിലെ തന്നെ തുടങ്ങുന്നത് പരസ്പരം ചീത്ത വിളിച്ചു. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദീപ്തി ടീച്ചർ, ആ ടീച്ചറിന്റെ കല്യാണത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൽ ഇപ്പൊ ദീപ്തിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ വേറെ കുറച്ച് പേരുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ തമ്മിൽ മാത്രം കണ്ടിട്ട് ആൾക്കാർ വന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെ അഭിപ്രായം പറയുക, അത് അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വീഡിയോക്കകത്ത് എന്താണുള്ളത്, എന്തൊക്കെയാണ് അവർ പറയുന്നത്, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും അറിയാണ്ട് ഓരോരുത്തർ വന്ന് കമന്റിൽ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം വീഡിയോസ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണുക. അത് കാണാൻ താല്പര്യമാണ് ഇല്ലെങ്കിൽ കാണണ്ട. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടാതെ പോയിക്കൂടെ? ഇത് കണ്ട് തമ്മിൽ മാത്രം കണ്ടിട്ട് അതിനകത്ത് എന്താ ഏതാന്ന് അറിയാതെ അവർ വന്നിട്ട് ന്യൂസായിട്ട് കമന്റ് ഇട്ടിട്ട് പോവുക. പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയാം. മിനിമം നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് അതിൽ എന്താണുള്ളതെന്ന് നോക്കുക, എന്നിട്ട് മാത്രം കമന്റ് ഇടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇവിടെ ഒരു വിഷയം വരുമ്പോഴത്തേക്കും 100 ആൾക്കാർ, എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു 100 ആൾക്കാർ ഒരേ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ചിലപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് കാര്യമാണെങ്കിലും 100 പേര് ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതെന്താണോ അത് ഞാൻ എവിടെ ആണെങ്കിലും പറയും. ചിലപ്പോൾ ആ 100 പേരും പറയുന്നത് ഒരേ ഒരു കാര്യം, അത് ശരിയായിരിക്കും പറയുന്നത്. പക്ഷെ ആ ശരിയിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അത് യോജിക്കാത്ത രീതിയിലായിരിക്കും പറയുന്നത്. ഇപ്പൊ 100 പേര് കൂടി നിൽക്കുക, ഞാൻ അത് എതിരെ എന്തെങ്കിലും പറയാൻ ഇപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്നു, അയ്യോ 100 പേരും അവരെല്ലാവരും ശരിയായിട്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് മാത്രമേ എന്റെ അഭിപ്രായം പറയാതെ ഞാൻ അവരുടെ കൂടെ നിന്ന് നല്ല രീതിയിൽ അവർ പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10 പേര് സപ്പോർട്ടില്ല എന്ന് കരുതി മാറി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എനിക്ക് എൻ്റെ ശരികളുണ്ട്, എൻ്റെ അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ പറയുന്നത്. ഒരു തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് 10 ആളുടെ പിൻബലമൊന്നും വേണ്ട. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദീപ്തി ടീച്ചറുടെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിൽ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ അമ്മ ആരാണെന്ന് പറയാതെ ഞാൻ നിനക്ക് ഈ കുഞ്ഞിനെ തരില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവ വികാസം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ നമ്മുടെ റാണി പി സദാശിവനുണ്ടല്ലോ, നമ്മുടെ റാണിയക്ക, അവരും നല്ല രീതിയിൽ വിമർശിച്ച കുറേ കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും അതുപോലെ കുറേ കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഇട്ടതിന് ശേഷം ഭയങ്കര നല്ല പുള്ളിയായിട്ടാണ് പുള്ളിക്കാരി നിന്നത്, പുരസ്ത്രീയായിട്ട്. അപ്പൊ ഈ കല്യാണത്തിന്, ദീപ്തി ടീച്ചറുടെ കല്യാണത്തിന് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് മീഡിയക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ദീപ്തി ടീച്ചറിനെയും ഭർത്താവിനെയും തമ്മിൽ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യ വിവാഹം, രണ്ടാമത്തെ വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ അത് നമുക്ക് എന്തായാലും അവിടെ മാറ്റി നിർത്താം. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞിന്റെ വിഷയത്തിലോട്ട് വരാം. ഈ കുഞ്ഞിന്റെ നേരെ ഒരുപാട് അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട്. ഈ കല്യാണത്തിന് പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നോ, ഈ റാണിയൊക്കെയും ടീംസും അതുപോലുള്ള കുറെ പേര് പറയുന്നതാണ്, കുഞ്ഞിനെയും കൊണ്ടാണോ ഈ കല്യാണത്തിന് പോകുന്നത്, കുഞ്ഞിനെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ വയ്യേ, കുഞ്ഞൊരു ബാധ്യതയല്ലേ എന്നൊക്കെ പറയുന്നു. അവിടെയാണ് കുഞ്ഞ് ഇവരുടെ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഇവിടെയുള്ള റോൾ എന്താണ്, അങ്ങനെയൊക്കെ കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞിനെ കുറിച്ച് പറയുന്ന കുറച്ച് ക്ലിപ്പ് ഞാൻ ഇതിനകത്ത് വെക്കാം കേട്ടോ. നമ്മുടെ ദീപ്തി ടീച്ചർ, അവന്റെ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്ന വ്യക്തിയല്ലെന്നും എല്ലാ കാര്യവും കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതറിയാവുന്ന ആൾക്കാരുമുണ്ട്. നമ്മുടെ അമ്മുവിന്റെ കൂട്ടുകാരിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു കൂട്ടുകാരിയുണ്ട്, ആതിരേന്റെ അനിയത്തിയാണ് മിന്നുവിന്റെ ആയിരുന്നു കൂടുതൽ സമയവും ഇന്ന് കുഞ്ഞ്. അതായത് നമ്മുടെ ഉണ്ടപ്പൻ അല്ലെങ്കിൽ എൻ്റെ കിളിക്കുഞ്ഞ്, അവന്റെ അമ്മ, അവനും ചില കേസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എറണാകുളത്ത് എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, കണ്ണൂരമ്മുവിന്റെ വീടില്ലേ എറണാകുളത്തെ, അവിടെയാണ് നിൽക്കുന്നത്. അത്യാവശ്യം വലിയ വീടാണ്, അവൾ താമസിക്കുന്ന വീട് വലിയ വീടാണ്. അപ്പൊ അവിടെയാണ് അവരുള്ളത്. അപ്പോൾ അവൾ അവിടെയാണ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത്. അവളുടെ ബാക്കി കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് നടക്കുന്നുണ്ട്. കുട്ടി പരമാവധി ഞാൻ നോക്കുന്നുണ്ട്, അവിടെ തന്നെ നിർത്തി പരമാവധി അതിന്റെ അമ്മേന്റെ സ്നേഹം കൂടെ കിട്ടുന്ന പോലെ, അവർക്ക് രണ്ടുപേർക്കും പ്രശ്നം വരാണ്ടിരിക്കുന്ന പോലെ. അപ്പം അമ്മുമായിട്ട് നല്ല അറ്റാച്ച്ഡാ. അമ്മു കണ്ണൂരായിരുന്നപ്പോഴും അവർ എറണാകുളത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മാറി മാറി അവനെ നോക്കുന്നുണ്ട്. ഈ ഒരു കല്യാണത്തിന്റെ സമയത്ത് ഏതായാലും എല്ലാവരുടെയും കയ്യിൽ മാറി മാറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആതിരേന്റെ അനിയത്തി കൊണ്ട് ഒരു മിന്നു പെങ്കൊച്ചുണ്ടായിരുന്നു, അവളുടെ കയ്യിലായിരുന്നു ഇന്ന് കൂടുതൽ സമയം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കുഞ്ഞ് ആരുടെയാണെന്നും കുഞ്ഞ് എവിടെയുണ്ടെന്നും കുഞ്ഞ് എന്താണെന്നും ഒക്കെ നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി
കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഇനി പറയാനുള്ളത് പറഞ്ഞാൽ ഈ കുട്ടിയെയാണ് ഒരു സ്ത്രീ വന്നിട്ട് എടുത്തിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് ആരുടെയാണ് എന്താണെന്ന് പറയാതെ നിനക്ക് കുഞ്ഞിനെ തട്ടില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇഷ്യൂ നടന്ന അതിന്റെ ഒരു ചെറിയ ക്ലിപ്പും ഞാൻ ഇവിടെ എടുക്കാം. അതും ഒന്ന് കണ്ടു. സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു വന്ന ഏതോ ഒരു സ്ത്രീ അവര് കുഞ്ഞിനെ മേടിച്ച് ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ നമ്മുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ആ മിന്നുവിന്റെ അടുത്ത് ചോദിച്ചു, നീയാണോ ഇതിന്റെ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അവള് അല്ല പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മ ആരാന്ന് പറയാണ്ട് കുട്ടീനെ തരില്ല എന്ന് പറഞ്ഞു. ഇവര് നിരന്തരം ചോദിക്കുന്നു, കൊച്ചു പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. അപ്പം അവള് പറയുന്നുണ്ട് കുഞ്ഞു പാല് കുടിക്കാൻ വേണ്ടിയിട്ടാ കരയുന്നേ, പാല് കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ കരഞ്ഞോണ്ടിരിക്കുകയെന്ന്. എന്നിട്ട് പോലും അവര് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവസാനം അവള് പറഞ്ഞു ഞാൻ തന്നെ അതിന്റെ അമ്മയെന്ന്. കൊച്ചിന്റെ പ്രായം എന്താന്നൊക്കെ പുറത്ത് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞ് മേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ വൈകിയാണ് ഈ കാര്യം അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദീപ്തി എന്ന് പറയുന്ന ഒരു ലേഡി എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ കുഞ്ഞിനെ വാങ്ങിക്കാനും ഇങ്ങനെ ഇത്രയും ഇതാവാൻ എന്താ കാര്യം? ദീപ്തി എന്താ ചെയ്തേക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞാൽ ആ കുഞ്ഞിനെ ആ ഫാമിലിയിൽ ഒരു സഹായിക്കുക അല്ലെങ്കിൽ നോക്കുന്നത് ആ ഒരു കാര്യം മാത്രമല്ല, നല്ല കാര്യമല്ലേ പുള്ളിക്കാരി ചെയ്തത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം എനിക്കൊരു കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിക്കാരിയുടെ കല്യാണത്തിന്റെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കമന്റ് വന്നതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ എനിക്കത് സത്യമാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊന്നാമത്തെ കാര്യം. എന്താണോ ഞാനത് ഇനി ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ലവർ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡാൻസ് ലവർ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് സത്യമാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. വന്നതുകൊണ്ട് ഞാനിത് പറയുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ഓർത്താണ് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്നത്? ഞാൻ അവർക്ക് ഫാമിലി മെമ്പേഴ്സ് ആണ് എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരിയുടെ ദീപ്തി ടീച്ചറിന്റെ ഫാമിലി മെമ്പർ ആണ് ഈ പുള്ളിക്കാരനെന്നാണ് പറയുന്നത്. പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്നറിയില്ല. രേഖയുടെ ഫാമിലിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശം ആണ്. ഓക്കെ, ഫാമിലി സപ്പോർട്ട് ഇല്ലാതെയാണ് ഇവർ മാരേജ് ചെയ്തത്. ഓരോന്ന് പറയുമ്പോൾ അത് ശരിയാണോ എന്ന് നോക്കി പറയണം. അവർ ഇന്റർവ്യൂവിൽ പറയുന്ന പല കാര്യങ്ങളും ഫേക്ക് ആണ്. ഓക്കെ എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ കാര്യം? അതായത് ഫാമിലി മെമ്പർ ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ വീഡിയോയുടെ ഞാൻ ഈ കല്യാണത്തിന്റെ വീഡിയോ ഇട്ടതിന്റെ അടിയിൽ വന്ന ഒരു കമന്റ് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ദീപ്തി ടീച്ചർ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ പിടിച്ചു വെച്ച ഒരു സംഭവം ഇല്ലായിരുന്നു മാരേജിന്. അപ്പൊ അതിന് ആ ഒരു കാര്യത്തെ കുറിച്ച് പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ റാണിയൊക്കെ കിട്ടി നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് വധിച്ചു വിടുന്നുണ്ട് നമ്മുടെ ദീപ്തി ടീച്ചർ. അപ്പൊ ദീപ്തി ടീച്ചർ റാണിയൊക്കെയോട് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 50 മിനിറ്റിന് മേലിൽ പോകുന്ന വീഡിയോ ആണ്. അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രായമുള്ള ഒരു പെൺകൊച്ചുണ്ട്. ഇതിന് മുന്നേ ചോദിക്കും എന്തിനാ റിയാക്ഷൻ വീഡിയോ ഇട്ടത്. അപ്പൊ എനിക്ക് ഇത്രയും കാര്യമായിട്ട് എനിക്ക് അക്കന്റെ ഫാമിലിനെ പറ്റി അറിയില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞു ഒരാൾക്ക് തീർച്ചയായിട്ടും മാനസിക രോഗം തന്നെയാണ്. മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ഞാൻ ഉപദ്രവിക്കില്ല. കാരണം ഈ മാനസിക രോഗമുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ പല ചാനലിൽ ഇവരിടുന്ന എനിക്കെതിരെ ഇടുന്ന കമന്റുകളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചിട്ട് ചോദിച്ചു ഇവരെ അനലൈസ് ചെയ്ത് പറയാം. കാരണം ഒരു കമന്റ് പറയും ദീപ്തിയോട് എനിക്കൊരു വ്യക്തി വൈരാഗ്യമില്ലെന്ന്, അടുത്ത കമന്റ് പറയും ദീപ്തി അത്രയും പറയാൻ ഞാനില്ലെന്ന്, മൂന്നാമത്തെ കമന്റ് പറയും ദീപ്തി മുടിഞ്ഞു പോത്തേ ഉള്ളൂ, നാലാമത്തെ കമന്റ് പറയും ഞാനും ദീപ്തി തമ്മിൽ നല്ല പരിചയമെന്ന്, പിന്നെ ഒരു കമന്റ് പറയും ദീപ്തി ഞാൻ ഇവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ ഉറപ്പല്ലേ അതപ്പോ ഈ ഒന്നാമത്തെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ചിലർക്ക് പറയുന്നു അവരാണ് കല്യാണം നടത്തി തന്നെന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള അഭിഹിതം തെളിയണമെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കണം തന്നെ. അതുകൊണ്ട് പുള്ളി നേർച്ചയിട്ട് പുള്ളിക്കാരി വന്ന് കൈപിടിച്ചെന്ന് എന്തൊക്കെയോ പറയുന്നു. അതൊരു മാനസിക രോഗി എന്ന നിലയ്ക്ക് നിങ്ങൾ അതിനെ ഒഴിവാക്കി വിടും. ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞാൽ അക്ക എവിടെ കമന്റ് ഇട്ടാലും നമ്മളെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും എല്ലാം കൂടി അക്കനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. പക്ഷെ തൊലിക്കട്ടി എന്റെ അക്കന്റെ ഒന്ന് രണ്ട് പേര് ചോദിക്കുന്നുണ്ട് കോൺടാക്ട് അക്കനെ നേരിട്ട് പോയി കാണാൻ വേണ്ടി. അതുപോലെ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അക്കനെ അങ്ങനെ വിഷമിക്കാനൊന്നും പറ്റില്ല. റാണിയൊക്കെ എന്തോരം ഫാൻസ് ആണെന്ന് അറിയാമോ? റാണിയക്കയുടെ നമ്പർ ചോദിക്കുന്നു, റാണിയക്കനെ കാണാൻ പോകാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കമന്റ് ഇട്ട് ഫേമസ് ആകാൻ നോക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര കമന്റ് ഇടലായതുകൊണ്ട് കമന്റ് ഇട്ട് ഫേമസ് ആകാൻ വേണ്ടി നോക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു അവാർഡ് നമ്മുടെ റാണിയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഫാമിലി വ്ളോഗേഴ്സിന്റെ വ്ളോഗിന്റെ അടിയിൽ വന്ന് കമന്റ് ഇടുന്നു, അല്ലെങ്കിൽ കമന്റ് ചീത്ത മോശം കമന്റ് ഇടുന്നു എന്നുള്ള പേരിൽ ഒരു അവാർഡ് തന്നെ പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ടതാണ്. ബാക്കി കൂടി കണ്ടോക്കാം. ഇത്ര ഫ്രീ ടൈം കൊടുക്കാതിരുന്ന പകൽ സമയത്ത് രാത്രി പോയി ഉറക്കളച്ച് കമന്റ് ഇട്ടോട്ടെ. ഇപ്പൊ അതല്ല നിങ്ങൾ സമയം കൂടി നട്ടിച്ച സമയത്തൊക്കെ ഇത്ര സമയം കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കുക, അടുത്ത പണിക്ക് വിട്ടോണം. അല്ലെ കുറച്ചു നേരം ഫോൺ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അത്ര നേരത്തെ സമാധാനം. ഞാൻ അക്കനെ വിട്ട കേസ് എന്ന് പറഞ്ഞാൽ കൊച്ചിനെ, പിന്നെ അതിപ്പോ കൊച്ചിനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കരുതായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവരെ പറ്റി ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ
കല്യാണം കഴിച്ച വീടല്ല, ഇവരെ ഏത് വീട്ടിലാണോ ജനിച്ചത് അവിടുത്തെ സാഹചര്യം ഇത് തന്നെയാണ്. അത് രാവിലെ തന്നെ തുടങ്ങുന്നത് പരസ്പരം ചീത്ത വിളിച്ചുകൊണ്ടാണ്. അവരുടെ സുപ്രഭാതം തുടങ്ങുന്നത് പരസ്പരം തെറി വിളിച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. ഒരിക്കലും നന്നാവില്ല. കാരണം സ്റ്റേഷനിൽ പോയി മാപ്പ് പറഞ്ഞ് ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞവരാണ് തിരിച്ചിറങ്ങി കമന്റ് ഇട്ടത്. എസ് ഐ കാല് പിടിച്ച് മെഴുകിയാണ് അവരോട്. എസ് ഐ കാല് പിടിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത്തവണത്തേക്ക് നിന്നെ ഞാൻ ക്ഷമിച്ചേക്കാണ്. ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീക്ക് മാനസിക രോഗമല്ലേ? നമ്മൾ വേണ്ടത് തിരിച്ചറിയാൻ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മാനസിക രോഗം നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ നിരന്തരം നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റാണിയൊക്കെയുടെ. റാണിയൊക്കെ മാനസിക രോഗമാണ്, അവർക്ക് മെന്റലാണ്, അവർക്ക് വേറെ എന്തോ ഒരു സ്വബോധത്തോടുകൂടിയല്ല സംസാരിക്കുന്നതൊക്കെ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അല്ലെ സഹായിക്കാൻ. അതുകൊണ്ട് അവരെ ഞാൻ വിട്ടതാണ്. ഈ കല്യാണത്തിന്റെ തിരക്കിന്റെ ഞാൻ അവരെ പറ്റി ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ഓരോ ഓൺലൈൻ മീഡിയയോടോ എന്റെ സ്വന്തം ചാനലിലോ ഞാൻ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവരാണ് കുട്ടീനെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയതെന്നോ അവർക്ക് മാനസിക രോഗമാണെന്നോ ഒന്നും ഞാൻ ഈ അടുത്ത കുറച്ച് സമയങ്ങളിൽ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്. ഒക്കെ നിങ്ങൾ വന്ന് കമന്റ് ഇടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഒരു സന്തോഷം ഞങ്ങളിപ്പോ കണ്ട സന്തോഷമായിട്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമല്ലേ? അപ്പൊ അക്ക കേസ് അവിടെ വിടട്ടെ. എനിക്ക് പറഞ്ഞ ഈ റാണിയക്കാരുടെ വീട്ടില് പിന്നെ ദീപ്തി ടീച്ചർ പോയിട്ടുണ്ട്. വഴിവക്കിൽ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന ഒരാളാണ് ദീപ്തി ടീച്ചർ. കാരണം അത് അവരുടെ മര്യാദ. ഇപ്പോഴും പുള്ളിക്കാരി പറയുന്നതാണ് റാണിയൊക്കെ എന്താണെങ്കിലും ഒരു മാനസിക രോഗിയാണെന്ന് വിചാരിച്ച് അവരുടെ വിട്ടേക്ക് അവരുടെ വഴിക്ക് പോയിക്കോട്ടെ എന്നൊക്കെയാണ് ഇപ്പോഴും ദീപ്തി ടീച്ചർ പറയുന്നത്. ഇത്രയൊക്കെ പുള്ളിക്കാരി ഒതുങ്ങിയിട്ടും നിങ്ങൾ ഈ റാണിയൊക്കെ എന്തിനാണ് ഇങ്ങനെ പോയി വീണ്ടും നെഗറ്റീവ് കമന്റ് ഇടാൻ നിൽക്കുന്നത്? കുറെ തമ്മിലടി കണ്ടു. ഓ ഭാഗ്യം, ദീപ്തി ടീച്ചർ ഇന്ന ജാതിയാണല്ലോ, ഞങ്ങളുടെ ജാതിന്റെ താലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുറെ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാണ് ഈ താലിയിൽ വെച്ച്? ഞാൻ പൊതുവെ ജാതി മതവും കാര്യം നോക്കുന്ന വ്യക്തിയല്ല. ഞങ്ങൾ രണ്ടുമല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, ഞാൻ പറയാൻ സമ്മതിക്കാത്തതല്ല. അതുകൊണ്ട് എന്റെ താലിക്കും ഞങ്ങൾക്കും ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ അമ്പലങ്ങളിൽ വെച്ച് ചടങ്ങ് നടത്താഞ്ഞത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവിടെ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കതില്ലെന്ന് പറഞ്ഞാലും വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം നടന്നൊരു കാര്യമാണ്. അതിൽ ആരുടെ വിശ്വാസത്തെ നമ്മൾ ഒന്നും വേണ്ടാന്ന് അല്ല. അതിന്റെ ഇടയ്ക്ക് ഈ ജാതകത്തിന്റെ വിശ്വാസത്തിന്റെ ഒക്കെ എലമെന്റ്സ് കയറ്റിക്കൊണ്ടുവന്ന ആൾക്കാരെ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വിശ്വാസത്തിന്റെ ഒരു ബൗണ്ടറിയിൽ എല്ലാവരെയും തളച്ചിടാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഓരോരുത്തരും അവരുടെ വഴിക്ക് വിട്ടേക്കുക, അവരുടെ ലൈഫാണ്, അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുക. അതിനകത്ത് എന്തിനാണ് ജാതി, ജാതകം, മതം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്? നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മതത്തിലോ ജാതിയിലോ എന്തിലെങ്കിലും വിശ്വസിക്കുന്നുണ്ട്, അതിനൊരു ശാന്തി സമാധാനമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതങ്ങ് നിങ്ങൾ ചെയ്യുക. ഒരു കാര്യം വിചാരിക്കേണ്ട, നമ്മളൊക്കെ മനുഷ്യരാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അങ്ങനെ ചിന്തിക്കും. വലിച്ചു വാരി സ്വർണ്ണമൊക്കെ ഇട്ട് കല്യാണം കഴിക്കുന്നേ, ഇത് രണ്ടാം ഘട്ടല്ലേ, അതും രണ്ടാം ഘട്ടല്ലേ എന്ന് ഒരുപാട് അങ്ങനെ കുറച്ചു പേർക്ക് വിഷമമുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നേ. പിന്നെ അങ്ങനെയാണ് എനിക്ക് രജിസ്റ്റർ കല്യാണം കഴിക്കാനായിരുന്നു ഇഷ്ടം. അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഈ കല്യാണത്തിൽ എന്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞൊരു സാധനത്തെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. കുഞ്ഞാട് ആഗ്രഹം എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ നടത്താനാണ്. ആ നല്ല രീതിയിൽ തന്നെ നടത്തി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷമമുണ്ടോ? അതില് നല്ല വിഷമമുണ്ടോ? കുഞ്ഞാക്കി വിഷമില്ലാത്ത അല്ല, ഇത് സ്വർണ്ണമാണല്ലോ ഞങ്ങൾ അറിഞ്ഞ പോലെ. അപ്പൊ രണ്ടാം ഘട്ടമായിട്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നല്ലേ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ നടത്തി. അതിലിപ്പോ പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കല്യാണങ്ങൾക്ക് വരെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞത് എന്താണ്? സ്വർണത്തിന്റെ കാര്യത്തില്, കമ്മല്, മാല, മേക്കപ്പ്, മുടി, മുല്ലപ്പൂവ്, ഇതിനെ കുറിച്ചൊക്കെ കമന്റാണ് വരുന്നത്. എന്തോരം കമന്റ് ആയി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചെറുക്കൻ്റെ ആൾക്കാരും പെണ്ണിന്റെ ആൾക്കാരും ഒക്കെ ഒരുപാട് പേരെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഫുഡ് കൊടുക്കും. എന്നിട്ട് ഈ ഫുഡ് കൊടുക്കുന്നവര് വീട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കുറ്റം പറയും. അത് അയ്യോ സ്വർണ്ണമില്ലായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മേക്കപ്പ് കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ സാരി കൊള്ളത്തില്ലായിരുന്നു, അല്ലെങ്കിൽ മാല കൊള്ളത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ കുറ്റം പറച്ചിലാണ് ഇവർ വീട്ടിൽ പോയിരുന്ന പരിപാടി. എന്നിട്ട് ഇവര് വിളിച്ച് വരുത്തി ഫുഡ് കൊടുക്കും. വീട്ടിൽ പോയിരുന്ന ഇവർ ആ ഫുഡും കഴിച്ചുകൊണ്ടിരുന്ന കുറ്റവും പറയും. കിടൂന് നല്ല ചുമയും പനി. എന്തിനാ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങളെല്ലാം എഴുതി പിടിക്കുന്നത്? കിടൂന് നല്ല ചുമയും പനിയുണ്ട്. ആ സമയത്ത് ഞാൻ പന്തലിൽ കയറുന്നുണ്ട്, കിടു എടുത്തോണ്ടിരിക്കണം. കിടൂനോട് ഞാൻ യാത്ര പറഞ്ഞില്ല, കിടു ഉമ്മ കൊടുത്തില്ല. ഞാൻ ആ വീട്ടിലോട്ടല്ലേ പോകുന്നേ. ഞങ്ങളുടെ വീട് ഞങ്ങൾ അറിയാൻ സ്നേഹിക്കാൻ ഈ അനാവശ്യ കാര്യങ്ങൾ കിളിക്കുഞ്ഞിനെ ഞാൻ കയ്യിലെടുത്തു, കിടൂനെ എടുത്തില്ലാണ്. അതൊക്കെ പോയി കിടൂന്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്ന് ഒരു സെക്കൻഡ് വല്ല ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കാണാം. ആ വീഡിയോ കൃത്യമായിട്ടാണ്. അമ്മൂന്ന് ഞൊളച്ചിട്ട് ഉഷമയെ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരും അവൻ ഉഷമയെ മാത്രം മതി. അതിപ്പോ എന്ത് ചെയ്യാനാ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഉഷമയുടെ കയ്യിൽ നിന്ന് അവൻ താഴ്ത്തി. ഏതെങ്കിലും കൊച്ചു പിള്ളേരെ കണ്ട അവൻ ഓടി നടക്കുന്ന അവനെ പിടിച്ച് ബലമായിട്ട് നിർത്തി ഫോട്ടോ കാണേണ്ട യാതൊരു ആവശ്യമില്ല. നാളെ അവൻ എന്തെങ്കിലും ചോദിക്കില്ല, കല്യാണത്തിന് എന്റെ ഫോട്ടോ എടുക്കാൻ. ഇവിടെ കുറെ കമന്റ്സ് കണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കുന്നില്ല, കുഞ്ഞ് ചുമയ്ക്കുന്നു, ദീപ്തിക്ക് അഹങ്കാരമാണ്, അതുകൊണ്ടാണ് കുഞ്ഞിനെ നോക്കാത്തത്, അങ്ങനെ പറഞ്ഞ് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ എന്ന് പറയുന്നത് 5 or 10 വല്ലമുള്ള വിഷ്വൽസ് മാത്രമായിരിക്കും നിങ്ങൾ കാണുന്നത്. അതിന്റെ പുറകിൽ എത്രത്തോളം സമയം ബാക്കി കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ആരും അറിയുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. നിരന്തരം കുഞ്ഞിനെ നോക്കുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞ് കുഞ്ഞിനെ ഇതിനകത്തോട്ട് വലിച്ചിരുന്ന എന്തിനാണ്? കയ്യിൽ വെച്ചു കിടൂനെ എടുത്തിട്ട് പോകുന്ന കൈ വെച്ചിരുന്നത്. കിളിക്കുഞ്ഞിന് തന്നെ ഓടി പാനുള്ള പ്രായമായിട്ടില്ല. ഇല്ല, അവൻ എപ്പോഴും ഇറങ്ങി ഓടിയിട്ടുണ്ട്. അതിന് അറിഞ്ഞൂടാ. അതിന് ആകെ കുട്ടിപ്പാടും അത് നോക്കിയപ്പോൾ തിളങ്ങുന്ന കുറെ സാധനം അവൻ അതും പിടിച്ച് പറിച്ചോണ്ടിരുന്നത്. കിടു ഇരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടല്ലേ പോന്നേ. നമ്മുടെ ഒരു വലിയ ദിവസം മറ്റൊരാൾ എന്ത് വിചാരിക്കുമെന്നും പറഞ്ഞിട്ട് അയ്യോ ആൾക്കാർ ഈ പറയുമോ ഞാൻ കിടൂനെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പൊക്കി പിടിച്ച് അതിനെ ഞെക്കി പിടിച്ച് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മര്യാദയ്ക്ക് ഇങ്ങനെ ചങ്ങലക്കിട്ട് പൂട്ടി വെക്കാൻ പറ്റുമോ? പല ആൾക്കാരും പറയുന്നത് ഈ കുഞ്ഞിനെ പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ മുറുക്കി വെച്ചിട്ട് വിടരുത്, പുറത്തേക്ക് വിടരുത്, ഇറങ്ങി അടിച്ച് പൊട്ടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലോ കാലിലോ ഒക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടിയിരുന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അഥവാ അങ്ങനെ പിടിച്ചു വെച്ചാൽ കുറ്റം പറയും കണ്ടോ ആ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ, പുറത്തേക്ക് വിടുന്നില്ല, അതിനെ എന്തുവാണ് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നും പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് ചെയ്താലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും.
പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം, അവള് കല്യാണം കഴിയാൻ കാത്തിരുന്നു, അപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ പിടിച്ചു വെക്കാൻ തുടങ്ങിയെന്നും പറയും. റാണിയൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഷോ കാണിക്കുവാണ്, കുഞ്ഞിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഷോ കാണിക്കുവാണ്, സഹതാപം പിടിച്ചു പറ്റാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് റാണിയൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ ആ ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ നോക്കി ഇതാക്കുന്ന അവരൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം, ചീത്തത് കണ്ടാൽ ചീത്തതെന്ന് പറയണം. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ എന്തുകൊണ്ട് ആ കുഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ട് ആ കുഞ്ഞ് ആ ദീപ്തിയുടെ ആദ്യത്തെ ഏതോ ഒരു രീതിയിലുള്ള കുഞ്ഞാണ്, എന്നിട്ട് പിന്നെ അത് അങ്ങനെ പറയുന്നുണ്ട് ഒരു ടീംസ്. പിന്നെ രണ്ടാമത്തെ ടീംസ് പറയുന്നത് ഈ പയ്യനുമായിട്ട് നേരത്തെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് എന്നും പറയുന്നുണ്ട്, എന്നിട്ടാണ് ഇവരെ കല്യാണം കഴിച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.